366 എന്ന് പറയുന്ന സിനിമയിലെ ലാലേട്ടൻ്റെ ഗെറ്റപ്പിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും. പിന്നെ എല്ലാവരോടും ഒരു സോറി അതേ പറയാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് അതിൻ്റെയാണ് കേൾക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്നും തോന്നരുത്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കറക്റ്റ് ഞങ്ങളുടെ വീടിന് തൊട്ട് ഫ്രണ്ടിലാണ് മൈക്ക് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. L366 ലാലേട്ടൻ തരുൺമൂർത്തി കോമ്പിനേഷൻ വരുന്ന സിനിമയാണ്. ആദ്യം L365 എന്ന് പറഞ്ഞായിരുന്നു ഈ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് വന്നത്. പിന്നീടാണെങ്കിൽ തരുൺമൂർത്തി തന്നെയാണ് ഒഫീഷ്യലായിട്ട് L366 എന്ന് പറഞ്ഞാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ ഇറക്കിയിരുന്നത്. അന്നേരം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു 23-ാം തീയതി അപ്ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 23-ാം തീയതി ഈ സിനിമയുടെ പൂജ, അതായത് ഇന്നത്തെ ദിവസം ഈ സിനിമയുടെ പൂജ നടന്നിട്ടുണ്ടായിരുന്നു. പൂജ നടന്നതുപോലെ തന്നെ വേറൊരു സംഭവം കൂടെ നടന്നു. OG ലാലേട്ടൻ, നമ്മൾ അദ്ദേഹത്തിന് ഏത് രീതിക്കാണോ ഏത് ലുക്കിലാണോ ചെറുപ്പം മുതലേ കണ്ട് ഇഷ്ടപ്പെട്ടത്, ആ ഒരു ലുക്കിലോട്ടുള്ള ഒരു തിരിച്ചുവരവായിരുന്നു ലാലേട്ടൻ്റെ. അദ്ദേഹം പോലീസുകാരനാണ് ഈ സിനിമയിൽ നിന്ന് നമുക്കറിയാം. അപ്പം ആ ഒരു പോലീസ് ലുക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം താടി പഠിക്കണം. കുറേ നാളിന് ശേഷം, ഒത്തിരി വർഷത്തിന് ശേഷം ലാലേട്ടൻ താടി പഠിച്ച് ആ ഒരു OG ഒറിജിനൽ ലുക്കിൽ അദ്ദേഹം വന്നൊരു സിനിമയാകും ഈ ഒരു L366 എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ആദ്യമായിട്ടായിരിക്കും ഒരു താടി പഠിച്ചതിന് ഇത്രമാത്രം ട്രെൻഡ് ആകുന്നത്. സോഷ്യൽ മീഡിയ മൊത്തം തൂക്കിയ ഒരു അവസ്ഥയാണ് ഇപ്പം കാണുന്നത്. ലാലേട്ടനൊന്ന് താടി പഠിച്ച് ജസ്റ്റ് ഒന്ന് മീശ ഒന്ന് പിരിച്ചപ്പോഴത്തേക്കിനും സോഷ്യൽ മീഡിയ ഫുള്ള് ട്രെൻഡാണ്. ഇപ്പം ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര വൈറലാണ് ഈ ഒരു കാര്യം. എന്തായാലും ഈ ഒരു സിനിമയുടെ ഒരു എക്സ്പെക്ടേഷൻ ഓൾറെഡി നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് തുടരുവിന് ശേഷം വരുന്നത് കൊണ്ട്. ഇപ്പം ലാലേട്ടൻ്റെ ആ ഒരു താടി കളഞ്ഞ ആ ഒരു മീശ മാത്രം വെച്ചുള്ള ലുക്ക് കൊണ്ട് തന്നെ ഈ ഒരു പടത്തിന് കയറിയിരിക്കുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഹൈപ്പാണ് കയറിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ആ ഒരു ബബ്ബയ്ക്കകത്ത് ലാലേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ തന്നെയാണ്, കറക്റ്റ് സാധനമായിരുന്നു ലാലേട്ടന് കൊടുത്തിരുന്നത്. അതായത് ചിരിച്ചാൽ ലൈറ്റ് ഹൗസ്, അടിച്ചാൽ പവർ ഹൗസ്, അഴിഞ്ഞാടിയാൽ ഫുൾ ഹൗസ് എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഇപ്പം ഗെറ്റപ്പ് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കാണെങ്കിൽ ഡബിൾ ഹൈപ്പും കൂടെ ആയിരിക്കുകയാണ്. എന്തായാലും ഒരു അടിപൊളി കിടിലം പടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിന്റെ പൂജയുടെ സ്റ്റിൽസ് പുറത്തിറങ്ങിയായിരുന്നു. അപ്പോൾ അതിനകത്ത് L365 ആണെങ്കിൽ ഒരു റെഡ് കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴേ നമുക്ക് മനസ്സിലാകും ആ ഒരു നല്ല ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു ആണെന്നുള്ളത് ഈ ഒരു പടത്തിൽ വരുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും, അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏത് രീതിക്കത്തെ സ്റ്റോറി ആയിരിക്കും എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.